ഈ ഒരു തീരുമാനം ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിയതായിരുന്നത് എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ MBBS എന്നുള്ള ഒരു ജേണി. കാരണം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതൽ MBBS എന്നുള്ള ഒരു ഡ്രീമാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അമ്മയാണ്. ഞാൻ പോലും അറിയാണ്ട് ഇതിന് നീക്കം ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. ഹായ് ദേവി. ഹായ്. ദേവി കാർത്തിക എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്. എങ്ങനെയാണ് ദേവി കാർത്തിക എഡ്യൂക്കാർട്ട് എന്ന് പറഞ്ഞ ഏജൻസിയിലെത്തിയത്? ഫസീന മാം വഴിയും പിന്നെ അമൽ സാർ വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഈ ഒരു MBBS എന്നുള്ളത് അതെൻ്റെ ചെറുപ്പം മുതലുള്ള ഞാൻ എന്താ പറയുക ഓർമ്മ വെച്ച നാൾ തൊട്ടുള്ള ഒരു ഡ്രീമാണ്. എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്. എനിക്കൊരു നല്ലൊരു ഡോക്ടർ ആവണം എന്നാണ് എൻ്റെ മനസ്സിലിപ്പോഴും ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ടീച്ചേഴ്സൊക്കെ നമ്മുടെ അംബീഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാം എനിക്കൊരു ഡോക്ടർ ആവണം, നല്ലൊരു ഡോക്ടർ ആവണം. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രാജ്യവും കൂടെ താഷ്കണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കാദമിയും സെലക്ട് ചെയ്യാനുള്ളത് അത് നമുക്ക് ഒന്നാമത് ഗൈഡ് ചെയ്തത് തന്നെ എഡ്യൂക്കാർട്ടാണ്. നമ്മൾ ഒബ്വിയസ്ലി ഞാനിത് എന്താ പറയുക ഈ ഒരു തീരുമാനം ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിയതായിരുന്നത് എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ MBBS എന്നുള്ള ഒരു ജേണി. കാരണം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതൽ MBBS എന്നുള്ള ഒരു ഡ്രീമാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അമ്മയാണ്. ഞാൻ പോലും അറിയാണ്ട് ഇതിന് നീക്കം ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും സാറിനും അയച്ചു കൊടുത്തിട്ടുള്ളത്. അമ്മയാണ് ദേവി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അമ്മയാണ് അതിനൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു വഴികാട്ടി. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കുമ്പോൾ ഇപ്പോ ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്നില്ലേ? പ്രൗഡ് മൂമെന്റ്. എന്റെ അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ നോക്കിയത് ജോർജിയാണ്. പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് താഷ്കണ്ടും. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് താഷ്കണ്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അവിടെ കിട്ടാന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഇന്റർവ്യൂ ഒക്കെ പാസ്സായി, പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ഈസി ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഈസി ആയിട്ട് നേരത്തെ അതിന്റെ ഗൈഡ് ലൈൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ആണ് വരാതെ റിലേറ്റഡ് ആയിട്ട് പഠിച്ചപ്പോൾ സാർ തന്നിട്ടുണ്ടായിരുന്നു, മാം തന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ ഈ താഷ്കണ്ട് എന്നുള്ളത് സ്വപ്നം കണ്ടു. അത് ഇന്റർവ്യൂ കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ എന്താണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് എത്തിയപ്പോൾ ആ ഡ്രീം നടന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. ആ ഡ്രീം നടന്നു. എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഞാൻ ഡോക്ടർ ആവുക എന്നുള്ളത്. അത് നടന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് MBBS പ്ലസ് 6 വർഷം നിങ്ങളുടെ ഇന്റേൺഷിപ്പ്. ആ സമയങ്ങളിൽ നിങ്ങളുടെ പഠനവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. അതേസമയം നിങ്ങളൊരു രാജ്യത്തെത്തി എന്നുള്ള ഒരു എൻജോയ്മെന്റ്സ് കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റല് കാര്യങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു നല്ല ഹോസ്റ്റലാണ്. നിങ്ങൾ നമ്മുടെ ഒരു നാട് വിട്ട് നിൽക്കുമ്പോൾ ഒരു ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു ഫുഡിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പ്രശ്നം വരുന്നതാണ് വിചാരിച്ചത്. ബട്ട് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഒരു ഫുഡ് ശൈലി എന്തായാലും അല്ല. ഉസ്ബെക്കിസ്ഥാൻ ഓരോ രാജ്യത്തിനും ഓരോ ഉണ്ടാവും. നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടണം എന്നില്ലല്ലോ. ഇപ്പൊ നോർത്ത് ഇന്ത്യനിൽ പോയാലും അതെ ആ ഒരു ലെവലിൽ മെസ്സിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നോർമൽ ഒക്കെ നല്ല ഹോസ്റ്റലാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ റൂമൊക്കെ നല്ല റൂമാണ്. നമുക്ക് ഫ്രണ്ട്സ് ആയാലും നല്ലൊരു ഫ്രണ്ട്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഏജൻസിയുടെ സപ്പോർട്ട് തുടക്കം മുതലേ നിങ്ങളെ സത്യമായിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. കാരണം സർട്ടിഫിക്കറ്റ്സിന്റെ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റ്സ്. അമൽ സാറിന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമൽ സാറ് അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിസ്സും മാമും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്രമാത്രം. അങ്ങനെ പിന്നെ അത് മാത്രമല്ല ഏജൻസി ഇപ്പൊ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ നമ്മളെ ഏജൻസി അത്രയും മാത്രം നമ്മളെ ലീഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത്രയും സിറ്റീസ് കാണിച്ചു തന്നു. നമുക്ക് അത് മാത്രമല്ല ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. ഇവിടുത്തെ ഓരോ കൾച്ചർ, നമുക്ക് ഫുഡ്, ഇവിടുത്തെ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാ തോന്നുന്നത്? കുഴപ്പമില്ല, പാവങ്ങളാണ്. എല്ലാവർക്കും ഒരു ഇന്ത്യൻസിനോട് ഭയങ്കര താല്പര്യമായിട്ടാണ്. കാരണം നമ്മളൊരു ഇന്റർനാഷണൽ ആണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർ ഇന്ത്യൻസ് അല്ലേ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസിൽ താഷ്കണ്ട് ഇപ്പൊ ആന്റിജൻ ആണെങ്കിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു നമ്മളോടൊരു ഭയങ്കര ഒരു താല്പര്യമാണ്, ബഹുമാനമുണ്ട് ആ ഒരു രാജ്യത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള തിരിച്ചുള്ള യാത്രകൾ MBBS എന്നുള്ളത് പൂർണ്ണമാക്കിയിട്ട് ഒരു അച്ചീവ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഒരു വലിയൊരു ഡോക്ടറായിട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.